ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചതോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഓരോ ദിവസവും ദൈവം തൻ്റെ മഹാകരുണയാൽ നമ്മെ വഴി നടത്തുന്നു. നമ്മെ ഇത്രത്തോളം കരുതുകയും സ്നേഹിക്കുകയും നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി നൽകി നമ്മളെ സഹായിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് പിന്നെയും നന്ദി പറയാം. ദൈവത്തിൻ്റെ സഹായം ലഭിക്കുമ്പോൾ നിശ്ചയമായും ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിങ്, നന്ദി പറയുകയാണ്. 126 സങ്കീർത്തനത്തിൽ ഇസ്രായേൽ ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞതായി നമുക്കവിടെ കാണാൻ കഴിയും. നീണ്ട പ്രവാസത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ഭവനത്തിലേക്ക് വരുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിദേശ നാടുകളിൽ ചില നാളുകൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങളൊക്കെ ആയതിനു ശേഷം അവധിക്ക് നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് നമുക്ക് എന്തുമാത്രം സന്തോഷമാണ് ഉണ്ടാകുന്നത്, അല്ലേ? ഇത് ദീർഘവർഷങ്ങൾ സ്വന്തം നാടും വീടും വിട്ട് മറ്റുള്ളവരുടെ അടിമത്തത്തിൽ കഴിഞ്ഞതിന് ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. അവർ പറയുന്നത് അവർ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്നാണ്. സ്തോത്രം. അന്ന് അവരുടെ വായിൽ ചിരിയും അവരുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് മറ്റുള്ളവരോട് അവർ പറയുവാനിടയായി. സ്തോത്രം. ദൈവം വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. സ്തോത്രം. കാരണം ഒരിക്കലും മടങ്ങി വരുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു. ജീവനോടെ സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തും എന്നാരും തന്നെ കരുതിയിരുന്നില്ല. എന്നാൽ ദൈവം അവർക്ക് അതിന് മുഖാന്തരം ഒരുക്കി അവരെ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടക്കി കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ചിന്തിക്കുന്നത് 126 സങ്കീർത്തനത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളാണ്. വേദപുസ്തകം ധ്യാനിക്കുന്നവർക്ക്, സ്ഥിരമായി മീറ്റിങ്ങുകളിലൊക്കെ സംബന്ധിക്കുന്നവർക്ക് ഈ വാക്യങ്ങളൊക്കെ സുപരിചിതങ്ങളാണ്. 5ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. 6ാമത്തെ വാക്യം: വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ഒരു കൃഷിക്കാരനോട് ഉപമിച്ചാണ് അവിടെ ആ വാക്യങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ, കൃഷി നടത്തുന്നവൻ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ആ വിത്ത് വിതയ്ക്കുന്നത്. എന്നാൽ അങ്ങനെ ചെയ്തിട്ട് ചില നാളുകൾ കഴിയുമ്പോൾ ദൈവം അനുവദിച്ചിട്ട് നല്ല ഒരു കൊയ്ത്ത് ലഭിക്കും. അപ്പോൾ വളരെ വലിയ സന്തോഷമാണ് ഉണ്ടാവുന്നത്. സ്തോത്രം. ഞാൻ ഈ വിതച്ചിട്ട് ഇനി ചില മാസങ്ങൾ ഇതിൻ്റെ ഫലം കിട്ടുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കണമല്ലോ, ഇതിനിടയിൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ സംഭവിക്കാം എന്നോർത്ത് പലപ്പോഴും കർഷകർ ഭാരപ്പെടാറുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാകാം, പക്ഷികൾ ശല്യമുണ്ടാക്കാം, അങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ അവർക്ക് ആവശ്യമാണ്. സ്തോത്രം. എന്നിട്ട് പറയുന്നു, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. വിതയുടെ സമയത്ത് വേദനയാണ്, ബുദ്ധിമുട്ടാണ്. എന്നാൽ കൊയ്ത്തിൻ്റെ സമയത്ത് സന്തോഷവും ചിരിയും ആർപ്പുമാണ്. നല്ല ഒരു വിളവ് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സന്ദർഭമാണ് അത്. ഇവിടെ നമുക്കതിനെ ഒന്ന് മാറ്റി ചിന്തിക്കാം. നമ്മുടെ പ്രാർത്ഥനാ വിഷയവുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് ചെല്ലുകയാണ്. പ്രാർത്ഥിക്കുന്ന മിക്കവാറും പേരും കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്.
കണ്ണുനീരോടെയാണ് പ്രാർത്ഥിക്കുന്നത്, ഹൃദയം നുറുങ്ങിയാണ് പ്രാർത്ഥിക്കുന്നത്. നിലവിളിയുടെ ശബ്ദമാണ് പ്രാർത്ഥനയായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നത്. സ്തോത്രം. എൻ്റെ ഈ നിലവിളിക്ക്, എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് എപ്പോൾ ഒരു മറുപടി ലഭിക്കും എന്നുള്ള ഒരു ഭാരവും ഒരു പ്രയാസവും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ കണ്ണുനീരോടാണ് വാത്സല്യ സഹോദരങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ സുദിനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മറുപടി ലഭിക്കുമ്പോൾ ആർത്തുല്ലസിച്ച് ഘോഷിക്കുവാൻ ദൈവം അവസരം തരും. ഇന്ന് കണ്ണുനീരോടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ സന്തോഷത്തിൻ്റെ നല്ല ഒരു ദിനം നമ്മുടെ മുമ്പിൽ ദൈവം ഒരുക്കിത്തരും. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കുമ്പോഴാണ് നാം സന്തോഷിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം വേദനയും കയ്പും ബുദ്ധിമുട്ടും പ്രതികൂലങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ജീവിതയാത്ര ഏറെ ബുദ്ധിമുട്ടേറിയതാണ്. ഒരു 90% ആളുകൾക്കും ജീവിതം ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ന്യൂനപക്ഷമാണ് അതിൻ്റെയൊക്കെ സന്തോഷം അനുഭവിക്കുന്നതും സുഖിക്കുന്നതും. എന്നാൽ സാധാരണക്കാരെല്ലാം വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരാണ്. എന്നാൽ അവരുടെ പ്രാർത്ഥന വൃഥാവായി പോവുകയില്ല. അവരും ഒരു കർഷകൻ സന്തോഷിക്കുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ കറ്റ് ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. സ്തോത്രം എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുമ്പോൾ ആമേൻ ഈ കരയുന്നവർ സന്തോഷിക്കും. അവർ ആർത്തുല്ലസിച്ച് ദൈവത്തിന് ഘോഷിക്കും. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടിരിക്കുന്നു. ഞാൻ ഏത് വിഷയത്തിനാണോ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, എൻ്റെ ഹല്ലേലൂയ കണ്ണുനീരിനെ ദൈവം കണ്ടു. ദൈവം എന്നോട് മനസ്സലിഞ്ഞു, എനിക്ക് ഉത്തരം നൽകി, എന്നെ മാനിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് ആമേൻ തുള്ളിച്ചാടിക്കൊണ്ട് ആമേൻ സന്തോഷത്തിൻ്റെ വാക്കുകൾ പ്രസ്താവിക്കുവാൻ ഇടയായിത്തീരും. അതെ, ഈ ദുഃഖം എന്നും ഒന്നും അങ്ങനെ തുടർന്ന് പോവുകയില്ല. ഈ ദുഃഖങ്ങൾക്കെല്ലാം അവസാനം ഒരു സന്തോഷമുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. സ്തോത്രം. എന്നെന്നും കാറ്റും മഴയും മാത്രമാണോ? എന്നെന്നും ദുഃഖവും കണ്ണുനീരും മാത്രമാണോ? അല്ല. ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്. ആ അവസാനം ആമേൻ നമുക്ക് സന്തോഷിക്കുവാനും ചിരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ആമേൻ തുള്ളിച്ചാടുവാനുമുള്ള ആമേൻ സമയങ്ങളാകിയാൽ ആമേൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ ഇതൊക്കെ മാറുമെന്ന് പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ നാം ഉറച്ച് വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നാം വിളിച്ചപേക്ഷിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ഒരു ദൈവത്തെയാണ്. ആ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പിന്നെയും ഇവിടെ ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിരസത തോന്നരുത്. കാരണം അത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാകിയാൽ ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും പറയുന്നത്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. അതെ, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ വരും. ആ കരങ്ങൾ വന്ന് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കും. നമ്മുടെ വായിൽ ചിരി നൽകി നമ്മളെ സന്തോഷിപ്പിച്ച് ആനന്ദ നൃത്തത്തിൽ ആടിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ആമേൻ സ്തോത്രം, എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് ആമേൻ നിങ്ങളുടെ ഹല്ലേലൂയ കണ്ണുനീര് ആമേൻ ഹല്ലേലൂയ തോരുവാൻ സമയമായി. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ സമയമായി. നിങ്ങൾക്ക് ഒരു നല്ല കൊയ്ത്തിൻ്റെ അനുഭവം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. വേഗത്തിൽ ആ കൊയ്ത്ത് ആമേൻ നടക്കും. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ഉല്ലസിക്കും. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഉല്ലസിക്കുവാനും സന്തോഷിക്കുവാനും ആമേൻ ഹല്ലേലൂയ നല്ലൊരു അവസരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ ഇന്ന് ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ കരയുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ നിലവിളിക്കുന്നത്, അതിന് അറുതി വരുവാൻ സമയമായിരിക്കുന്നു. കർഷകൻ വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടി അവൻ്റെ വിത നടത്തിയെങ്കിൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ ആമേൻ 100 മേനി വിളവ് കണ്ടുകൊണ്ട് സന്തോഷിക്കുവാൻ, അത് കൊയ്തെടുക്കുവാൻ ദൈവം ആ കർഷകനെ സഹായിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരു നല്ല കൊയ്ത്തിൻ്റെ അനുഭവം ദൈവം വെച്ചിരിക്കുന്നു. സന്തോഷിക്കുവാനുള്ള സുദിനങ്ങൾ നമ്മുടെ മുമ്പിലിതാ ആമേൻ സമാഗതമായിരിക്കുന്നു. ആമേൻ അതുകൊണ്ട് ധൈര്യമായി ആമേൻ പ്രാർത്ഥനയിൽ മുന്നേറാം. ആമേൻ ഹല്ലേലൂയ. ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്, ഒരിക്കലും പിന്മാറ്റത്തിലേക്ക് പോകരുത്, ഒരിക്കലും ദൈവവിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്ന് ഞാൻ നിങ്ങളെ പിന്നെയും ആഹ്വാനം ചെയ്യുന്നു. ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. ദൈവത്തിൻ്റെ കരങ്ങൾ ഇറങ്ങി വരും, നമ്മളെ സഹായിക്കും. ആമേൻ ഹല്ലേലൂയ. ആയതുകൊണ്ട് ഈ വചനങ്ങൾ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേനെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അതിനെല്ലാം മറുപടി നൽകി നിങ്ങളെ സഹായിക്കുന്ന ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാ വീണ്ടും
കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. ഏത് വിഷയത്തിനും ദൈവത്തിന് സന്നിധിയിൽ മറുപടി ഉള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.